ഗുഡ് ഈവനിങ് ടു ഓൾ. അപ്പൊ പാഠം 6 വൃക്ഷങ്ങളെ സ്നേഹിച്ചവർ. രാജസ്ഥാനിൽ മഹാരാജ അജിത് സിംഗ് നാട് വാഴുന്ന കാലം. മഹാരാജാവിന് അതിമനോഹരമായ ഒരു കൊട്ടാരം പണിയണം. ഇതിന്റെ ചുമതല ഗിർധാരിദാസ് എന്നു പേരുള്ള ഒരു രാജസേവകനെയാണ് അദ്ദേഹം ഏൽപ്പിച്ചത്. കൊട്ടാരം പണിക്കുള്ള തടി വെട്ടാനായി ഗിർധാരിദാസ് ഏതാനും സമർത്ഥരായ മരം വെട്ടുകാരെയും കൊണ്ട് രാജസ്ഥാനിലെ ഏജ്ദാലി എന്ന ഗ്രാമത്തിൽ എത്തി. മരങ്ങളെ സ്വന്തം കൂടപ്പിറപ്പുകളായി കരുതിയിരുന്നവരായിരുന്നു അവിടുത്തെ ഗ്രാമീണർ. തങ്ങളുടെ പ്രിയപ്പെട്ട മരങ്ങൾ ജീവനറ്റ് കിടക്കുന്നത് കാണാനുള്ള കരുത്ത് അവർക്കുണ്ടായിരുന്നില്ല. ഗിർധാരിദാസും കൂട്ടിനും മരം മുറിക്കാനെത്തി വിവരമറിഞ്ഞ് ഗ്രാമവാസികൾ ഓടിക്കൂടി. അവർ പറഞ്ഞു, ഈ മരങ്ങളെല്ലാം ഞങ്ങളുടെ മിത്രങ്ങളാണ്, ഇവയെ തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല, എങ്കിൽ നിങ്ങളുടെ കഴുത്ത് ഞങ്ങൾ വെട്ടും. ഗിർധാരിദാസ് ആക്രോശിച്ചു. അതിൽ ഞങ്ങൾക്ക് ഭയമില്ല, എന്ത് വില കൊടുത്തും ഈ മരങ്ങളെ ഞങ്ങൾ രക്ഷിക്കും. ഗ്രാമീണർ ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നു. അവർ ഓരോ മരത്തെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽപ്പായി. വേഗം മാറിക്കൊള്ളണം, അല്ലെങ്കിൽ നിങ്ങളുടെ തലകൾ താഴെ വീഴും. ഗിർധാരിദാസ് എന്നിട്ടും ഗ്രാമീണർ കുലുങ്ങിയില്ല. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ മാറില്ല. ഈ മരങ്ങൾ ഞങ്ങളുടെ സോദരർ, ഇവ ഞങ്ങളുടെ രക്ഷകർ. ഇവയോടൊപ്പം മരിച്ചു വീഴുന്നത് ഞങ്ങൾ സന്തുഷ്ടർ. ഗ്രാമീണർ ഓരോ മരത്തെയും കെട്ടിപ്പുണർന്നു നിന്നു. ഗിർധാരിദാസ് മരം വെട്ടാൻ ആജ്ഞ നൽകി. കോടാലികൾ ഉയർന്നു താഴ്ന്നു. ഓരോ മരം വെട്ടുമ്പോഴും ഓരോ വൃക്ഷസ്നേഹിയും അതിന്റെ ചുവട്ടിൽ മരിച്ചു വീണു. ഒടുവിൽ 363 മരങ്ങൾ അവിടെ വെട്ടിയിട്ടതായി കണക്കാക്കപ്പെട്ടു. അപ്പോഴേക്കും 363 മനുഷ്യരും അവിടെ ബലി കഴിക്കപ്പെട്ടിരുന്നു. വളരെ വൈകിയാണ് മഹാരാജാവ് അജിത് സിംഗ് ഈ ദാരുണമായ വാർത്ത അറിഞ്ഞത്. അദ്ദേഹം അവിടെ പാഞ്ഞെത്തി. മരിച്ചു കിടക്കുന്ന ഗ്രാമീണരെ കണ്ട മഹാരാജാവിന്റെ കണ്ണുകൾ നിറഞ്ഞു. യാചനാഭാവത്തിൽ അദ്ദേഹം പറഞ്ഞു, പ്രിയരെ, നിങ്ങളുടെ പ്രകൃതി സ്നേഹം നമ്മുടെ കണ്ണു തുറപ്പിച്ചിരിക്കുന്നു. ഇനിമേൽ ഈ നാട്ടിൽ ഒറ്റ മരം പോലും അനാവശ്യമായി മുറിക്കാൻ അനുവദിക്കുന്നതല്ല. ഈ കൂട്ടക്കുരുതിക്ക് നാം മാപ്പ് ചോദിക്കുന്നു. ഈ വാക്കുകൾ കേട്ട് അവിടെ തിങ്ങിക്കൂടിയ ജനം തേങ്ങി. ഇന്നും അശ്വിനി മഹത്തിൽ അവിടെ നടക്കുന്ന വൃക്ഷോത്സവത്തിൽ ഏജ്ദാലിയിലെ ഗ്രാമീണർ തങ്ങളുടെ പൂർവികരായ രക്തസാക്ഷികളെ സ്മരിക്കാറുണ്ട്, ഓർക്കാറുണ്ട്. പ്രകൃതി എല്ലാവരുടെയും തറവാടാണ്. അവിടെ മനുഷ്യർ മാത്രമല്ല, പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം ഉണ്ട്. ഒരു പരസ്പര സഹായ സംഘം പോലെയാണ് പ്രകൃതി. മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും എല്ലാം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. മരങ്ങളും സസ്യലതാദികളും എല്ലാം മനുഷ്യർക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും ചെയ്യുന്ന സേവനം വളരെ വിലപ്പെട്ടതാണ്. മനുഷ്യജീവൻ, ജന്തുജീവൻ, സസ്യജീവൻ എന്നിവ പരസ്പരം ഒരു ചങ്ങലയിലെ കണ്ണികൾ പോലെ ഇഴുകിച്ചേരുമ്പോഴാണ് പ്രപഞ്ച ജീവിതം ധന്യമായി തീരുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ കുറെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോ എല്ലാവരും നോട്ട്ബുക്ക് എടുത്തേന്ന്. ഇതുവരെയുള്ള നോട്ട് എല്ലാവരും കംപ്ലീറ്റ് ആണല്ലോ. അപ്പോ നമുക്ക് പാടാന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ട്. നോട്ട്ബുക്ക് എടുത്ത് 5ാം പാഠം വരെ കംപ്ലീറ്റ് ആയില്ലേ ഏഞ്ചലിന്? അല്ല മിസ്സേ, 5ാം പാഠം വരെ കംപ്ലീറ്റ് ആണ്. ഓക്കെ. അപ്പൊ 6ാമത്തേതാണ് നമ്മളിപ്പോ ഇന്ന് അർത്ഥം എഴുതാൻ പോകുന്നേ. അതിനു മുമ്പേ നമുക്ക് പാടാമെന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് നമ്മുടെ ഇതില്, അല്ലെ? കണ്ടോ എല്ലാവരും? അരുതേ അരുതേ ചങ്ങാതികളെ, അരുമ മരങ്ങൾ മുറിക്കരുതേ, കാച്ചിമിനുക്കിയ മഴുവാൽ നിങ്ങൾ മരക്കഴുത്തുകൾ വെട്ടരുതേ, കായും കനിയും നമ്മൾ കേകും കനകമരങ്ങൾ മുറിക്കരുതേ, നമ്മുടെ ജീവന് താങ്ങായി നിൽക്കും പച്ചത്തരുനിര വെട്ടരുതേ. കണ്ടോ? ഓക്കെ, മരത്തിനെ കുറിച്ച് പാടിയത് അല്ലേ? അപ്പൊ നെക്സ്റ്റ് പാഠം 6 എന്ന് എഴുതി നോട്ട്ബുക്കില് എന്ത് ചെയ്യണം? പാഠം 6 വൃക്ഷങ്ങളെ സ്നേഹിച്ചവർന്ന് ഹെഡിങ് എഴുതുക. എന്നിട്ട് എന്ത് എഴുതണം? അർത്ഥം എഴുതുക എന്ന് എഴുതുക. എന്നിട്ട് അർത്ഥം എഴുതി തുടങ്ങണം. നോട്ട്ബുക്കില് 2 ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ട് എഴുതണം, 2 ലൈനിലും മുട്ടണം എഴുതുമ്പോ. അർത്ഥം എഴുതാൻ. ഓക്കെ, അർത്ഥം ഫസ്റ്റ് വേണമെന്ന സോദരർ അല്ലേ? സോദരർ എന്താണ് അർത്ഥം? സഹോദരന്മാർ. യെസ് മുഹമ്മദ് പറഞ്ഞോളൂ. മിസ്സേ, എനിക്കിപ്പം ക്ലാസ് ഉണ്ട്. എന്ത് ക്ലാസ്? മദ്രസയിലെ.
ആണോ? അപ്പൊ ഏതാണ് മുഖ്യം? അതിന് കേറുക. അതല്ല മിസ്സേ, ഞാനിത് എഴുതാ. ഓക്കെ, എഴുതിയെടുത്താലും മതി കേട്ടോ. പക്ഷെ ഈ ടെക്സ്റ്റിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളതോ? ഏത്? അത് ക്ലാസ് കണ്ടാ പോരാ മിസ്സേ, യൂട്യൂബിൽ ഇടുമ്പോ. ആ ക്ലാസ് കണ്ടോ? ഓക്കെ, എന്നാ ഓക്കെ, കുഴപ്പമില്ല. അപ്പോ സോദരർ, സഹോദരന്മാർ, സന്തുഷ്ടി, സന്തോഷം, സന്തുഷ്ടി, സന്തോഷം. നെക്സ്റ്റ് ദാരുണം. ദാരുണം എന്താർത്ഥം? ദയനീയം. ദാരുണം, ദയനീയം. യാചന, യാചന, അപേക്ഷ. നല്ല നീറ്റിൽ എഴുതണേ, ശ്രദ്ധിച്ചെഴുതണം, തെറ്റിക്കാതെ എഴുതണം. 2 ലൈനിൽ ടച്ച് ചെയ്യണം. ഓക്കെ, യാചന, അപേക്ഷ. നെക്സ്റ്റ് ഓ നമ്പർ ഇടണോ? നമ്പർ ഒന്നുണ്ടോ? അർത്ഥം എഴുതുകാന്ന് എഴുതി തുടരെ തുടരെ താഴെ 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 എഴുതിക്കും. പൂർവികർ, മുൻഗാമികൾ. പൂർവികർ, മുൻഗാമികൾ. ഓക്കെ, എഴുതി കഴിഞ്ഞോ എഡ്വിൻ? ഓക്കെ ഓക്കെ, ആണെങ്കിൽ ഇന്നത്തെ ഡേറ്റ് കിട്ടും കേട്ടോ അവിടെ. ഡേറ്റ് ഇന്ന് 23, 23. 23/9/2020. ഓക്കെ, അപ്പൊ പൂർവികർ, മുൻഗാമികൾ, ധന്യം, പുണ്യം, മഹത്തരം, ആക്രോശിച്ചു, അലറി. ആക്രോശിച്ചു, അലറി. ഓക്കെ, എടെ യാചന. ഓക്കെ, യാചന, അപേക്ഷ. റൂലേറ്റ് ഇംഗ്ലീഷ് സ്കൂൾ. യാചന, അപേക്ഷ. പൂർവികർ, ആക്രോശിച്ചു, അലറി. ഓക്കെ, കംപ്ലീറ്റ് ആയവര് അടുത്തത് പര്യായ പദം എഴുതുക. അർത്ഥം എഴുതി കഴിഞ്ഞ് പിന്നെ പര്യായ പദങ്ങൾ എഴുതിയാ പോരെ? പര്യായ പദങ്ങൾ എഴുതിയാലും മതി. അണ്ടർലൈൻ ചെയ്തോ. പര്യായ പദങ്ങൾ എന്നിട്ട് എഴുതുക. വൃക്ഷം, വൃക്ഷം. തരു, കോമയിട്ട് എഴുതണേ. തരു, ശാഖി, വിടബി. വൃക്ഷം, തരു, ശാഖി, വിടബി. നെക്സ്റ്റ് ആജ്ഞ. ആജ്ഞയുടെ പര്യായപദങ്ങൾ ഏതൊക്കെയാ? കൽപ്പന, കോമിടുക. ഉത്തരവ്, കോമിടുക. വിളംബരം. ആജ്ഞ എന്താണ്? എന്തൊക്കെയാണ് വരുക? കൽപ്പന, ഉത്തരവ്, വിളംബരം. ഓക്കെ, കഴിഞ്ഞു. അല്ലേ? വിടബി. വിടബി എന്ന് പറഞ്ഞാൽ വൃക്ഷത്തിന് പറയുന്ന പേരല്ലേ വിടബി. ആജ്ഞ എഴുതിയോ? കൽപ്പന, ഉത്തരവ്. വിടബി ഉണ്ട് മരത്തിന്. മരം, തരു, ശാഖി എഴുതിയാൽ മതി. വൃക്ഷം, മരം, തരു, ശാഖി, വിടവി എല്ലാം വരും. നെക്സ്റ്റ് സ്മരണ. ഓർമ്മ, നിനവ്. ഓർമ്മ, നിനവ്. വിളംബരം. ഓക്കെ,
കഴിഞ്ഞോ? മിസ് യെസ്. ഈ രണ്ടാമത്തെ ആജ്ഞ കൽപ്പന ഉത്തരവ് വരെ എന്റെ ലൈനിൽ തരുന്നുള്ളൂ. അപ്പൊ അടുത്ത താഴത്തെ ലൈനിൽ വിളംബരം എഴുതിക്കോ. താഴത്തെ നമ്മളെ ആജ്ഞ എഴുതിന്റെ താഴെയല്ല, കൽപ്പന ഉത്തരവ് എന്നിട്ട് വിളംബരം എഴുതിക്കോ. അതിന്റെ താഴത്തെ ലൈനില് താഴെ ഓക്കെ ഓക്കെ അങ്ങനെ എഴുതിയാലും മതി. ഓക്കെ. പിന്നെ സ്മരണ, ഓർമ്മ, നിലവ്. മിസ് സ്മരണ അടുത്ത പേജിൽ എഴുതട്ടെ? ഓക്കെ എഴുതിക്കോ. നെക്സ്റ്റ് ഒറ്റപ്പദമാക്കുക. നെക്സ്റ്റ് എഴുതുക, താഴത്തെ ലൈനിൽ എഴുതുക, ഒറ്റപ്പദമാക്കുക എന്ന് എഴുതുക. മിസ് ഒറ്റപ്പദം എഴുതിയാ പോരെ? ഒറ്റപ്പദങ്ങൾ എഴുതിയാലും മതി. ഓക്കെ, ഒറ്റപ്പദങ്ങൾ എഴുതിയാലും മതി. നെക്സ്റ്റ് പക്ഷികളും മൃഗങ്ങളും അല്ലെ? എന്താണ്? പക്ഷി മൃഗാദികൾ, അതാണ് ഒറ്റപ്പദം അല്ലെ? അപ്പൊ താഴെ വൃക്ഷങ്ങളും ലതകളും എന്താ വരുക? ഓക്കെ, എഡ്വിൻ. വൃക്ഷലതാദികൾ അല്ലെ? വൃക്ഷങ്ങളും ലതകളും എന്നുള്ളത് വൃക്ഷലതാദികൾ. ഈ ക്വസ്റ്റ്യൻ പക്ഷികളും മൃഗങ്ങളും എഴുതൂലേ? എഴുതണം. പക്ഷികളും മൃഗങ്ങളും എഴുതിയിട്ട് ഹൈഫൺ ഇട്ടിട്ട് എഴുതിയപ്പോ പക്ഷിന്ന് മാത്രമേ എന്റെ ലൈനിൽ എഴുതുന്നുള്ളൂ. താഴത്തെ ലൈനിൽ എഴുതിക്കോ, കുഴപ്പമില്ല. നീ അതിന്റെ ബാലൻസ് ഒരു വര ഇട്ടിട്ട് ചെറിയൊരു ഹൈഫൺ ഇട്ടിട്ട് താഴത്തെ എഴുതുക. പക്ഷി മൃഗാദികൾ. പിന്നെ താഴെ ഓക്കെ. പിന്നെ എന്ത് എഴുതണം? വൃക്ഷങ്ങളും ലതകളും എന്റെ ഒരു ഹൈഫൺ ഇടുക. നിനക്ക് ആ ലൈനിൽ പിടിക്കുന്നില്ലെങ്കിൽ വൃക്ഷാനെ പിടിക്കുന്നില്ലെങ്കിൽ അവിടെ ചെറിയൊരു ഹൈഫൺ ഇട്ടിട്ട് താഴെ എഴുതിയാൽ മതി. ഓക്കെ. മിസ് പറയുന്നതിന്റെ ഒപ്പം എഴുതാനാ വൃക്ഷങ്ങളും ലതകളും. വൃക്ഷങ്ങളും ലതകളും, അതായത് എന്താ വരുക? വൃക്ഷ ലതാദികൾ. ലതാന്നില് ഫസ്റ്റിലത്തെ തായും രണ്ടാമത്തെ ആദി ദീനുള്ളത് ദീപാന്ന് എഴുതുന്ന രണ്ടാമത്തെ ദായുവാ വേണ്ടത്. വൃക്ഷലതാദികൾ എന്നല്ലേ? ഓക്കെ. മൃഗാദികൾ എഴുതിയ ദാ കേട്ടോ ഹന്ന? ഓക്കെ. ഓക്കെ, മൃഗാദികൾ എഴുതിയ അതേ ദാ. ഓക്കെ, അതന്നെ. കറക്റ്റ്. ലതാദികളല്ല. ഏഞ്ചൽ ഒന്നുകൂടി കാണിച്ചേ നോക്കട്ടെ. ഏത് തായ എഴുതിയത്? ആ തായല്ല, ഫസ്റ്റ് തായല്ല, വേണ്ടി രണ്ടാമത്തെ ദാ അതന്നെ എഴുതിയ. ദീപാണ്, ദീപം എന്നുള്ള എഴുതുന്ന ദായ വേണ്ടത്. മേലെ മൃഗാദികൾ എഴുതിയിട്ട് ആ ദായ വേണ്ടത്. മൃഗാദികൾ ആ ദായ എഴുതി വള്ളിയിടണം. മേലെ എഴുതിയതാ. കറക്റ്റ് ആയിട്ട് ഹന്ന എവിടെ എഴുതി ഇങ്ങോട്ട് വിട്ടിട്ടതാ. വൃക്ഷലതാദികൾ. ആദികൾ എന്നുള്ളത് ഈ ദായാണ് വേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് രാജാവിന്റെ സേവകൻ. കഴിഞ്ഞു? അവിടെ എത്തിയല്ലോ. ഓക്കെ, കറക്റ്റ്. രാജസേവകൻ. രാജാവിന്റെ സേവകൻ ആരാ? രാജസേവകൻ. ഇപ്പോഴും നിങ്ങൾ നോട്ടിലല്ലേ എഴുതുന്നത്? അതെന്ത് ചെയ്യണം? പിന്നീട് ടെക്സ്റ്റിലും കൂടി എഴുതണം കേട്ടോ. പുതിയ ടെക്സ്റ്റ് മനസ്സിലാക്കുന്നത് കംപ്ലീറ്റ് ആയിരിക്കില്ല, അപ്പൊ ടെക്സ്റ്റിൽ എഴുതണം. ഓക്കെ, എഴുതി കഴിഞ്ഞതിന് ശേഷം ടെക്സ്റ്റിൽ എഴുതണേ. രാജാവിന്റെ സേവകൻ, രാജസേവകൻ അല്ലേ? നെക്സ്റ്റ് ഏതാ? കൂട്ടത്തോടെയുള്ള കുരുതി. ഓക്കെ, കറക്റ്റ്. കൂട്ടക്കുരുതി. ഇക്ക എഴുതണേ. കൂട്ട രണ്ടാമത് കൂട്ടാന്ന് എഴുതിട്ട് ഇക്ക എഴുതണം. ചൂച്ചിരുന്നു. കൂട്ടക്കുരുതി. മിസ് എല്ലാം ക്ലാസ്സിൽ തന്നെ ഇരുന്ന് എഴുതിയ കുഴപ്പമില്ല, അപ്പൊ തന്നെ അയച്ചുവിടാം. അതിനെന്നെ ഞാൻ നിങ്ങൾ എഴുതാതിരിക്കുന്നവർക്കും കൂടെ ഒന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ലാസ് ടൈമിൽ തന്നെ ഇപ്പൊ നോട്ട് തരുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? കറക്റ്റ്. കൂട്ടക്കുരുതി. നെക്സ്റ്റ് യെസ്, കറക്റ്റ്. ഇക്ക വേണം. കൂട്ടാൻ എഴുതിട്ട് ഇക്ക, ഉക്കു, കുരുതി, കൂട്ടക്കുരുതി.
കാ ഇരട്ടിക്കും. കൂട്ടക്കുരുതി. ഓക്കെ. മിസ് രാജസേവകന് ജാന്ന് വേണോ അല്ലെ? വേണ്ട, തന്നെ എഴുതിയ കറക്റ്റ് ആണ്. രാജസേവകൻ കറക്റ്റ്. ഓക്കെ. അപ്പൊ കൂട്ടത്തോടെയുള്ള കുരുതി കൂട്ടക്കുരുതി. നെക്സ്റ്റ് മാതൃക നോക്കി പൂരിപ്പിക്കാന്നുണ്ട് അല്ലേ? അടുത്ത പേജിൽ കണ്ടോ എല്ലാവരും? അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? നിങ്ങൾ ടെക്സ്റ്റിൽ കംപ്ലീറ്റ് ആവാത്തവര് ടെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്തോ? ഇപ്പൊ തന്നെ ചെയ്തോ? ടെക്സ്റ്റും നോട്ടും കംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ. അപ്പൊ ആദ്യത്തത് വൃക്ഷലതാദികള്, രണ്ടാമത്തത് രാജസേവകൻ, 3 അയച്ചു തന്നാ തെറ്റുണ്ടെങ്കിൽ തിരുത്താലോ, പറഞ്ഞുതരാം. ഓക്കെ കേട്ടോ. അപ്പൊ വൃക്ഷലതാദികൾ ഇത് എഴുതി കഴിഞ്ഞോ? ഇത് എഴുതി കഴിഞ്ഞോ? ഒറ്റപ്പദമാക്കുക. ടെക്സ്റ്റിലും നോട്ടിലും എഴുതിയോ? രണ്ടും ഫിനിഷ് ആയവര് അടുത്ത പേജ് എടുക്കുക. അതായത് 26 പേജ് നമ്പർ. മാതൃക നോക്കി പൂരിപ്പിക്കുക. ഗ്രാമവാസികൾ, ഗ്രാമത്തിൽ വസിക്കുന്നവർ. പ്രകൃതി സ്നേഹം, പ്രകൃതി സ്നേഹം എന്താ വരുക? പ്രകൃതിയോടുള്ള പ്രകൃതിയോടുള്ള സ്നേഹം എന്നാ വേണ്ടത്. പ്രകൃതി സ്നേഹം, പ്രകൃതിയോടുള്ള സ്നേഹം. എഴുതിക്കോ. മാതൃക നോക്കി പൂരിപ്പിക്കുക എന്നുള്ളത് പൂരിപ്പിക്കുക എന്ന് എഴുതിക്കോ നിങ്ങളെ നോട്ടില്. എന്നിട്ട് എഴുതുക എന്ത്? ഗ്രാമവാസികൾ, ഗ്രാമത്തിൽ വസിക്കുന്നവർ. പ്രകൃതി സ്നേഹം, പ്രകൃതിയോടുള്ള സ്നേഹം. നോട്ട് കറക്റ്റ് ചെയ്യണ മക്കളെ. വേഗം മെല്ലനെ എഴുതിയാൽ മതി. കൃത്യമായി വൃത്തിയിൽ നീറ്റായി തെറ്റിക്കാതെ എഴുതണം. എന്തേ അതുലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതുലിനെ? ഉണ്ടോ അതിലെ ഡൗട്ട് ഉണ്ടോ മോനെ? സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ? എഴുതാൻ പറ്റുന്നില്ലേ? എഴുതാൻ പറ്റുന്നില്ലേ? എഴുതിക്കോ. ഇതിൽ തന്നെ ഉണ്ടല്ലോ പ്രകൃതി, അതിലുണ്ട് പ്രകൃതിയോടുള്ള സ്നേഹം. നമ്മളിത് മലയാളം ടൈപ്പിംഗ് അല്ല, പിന്നെ ഞാൻ ഗൂഗിളിൽ പോയി മലയാളം ടൈപ്പിംഗ് എടുത്ത് ചെയ്യണം. കുറച്ച് റിസ്ക് ആണ്. ഞാൻ വേണമെങ്കിൽ നോട്ട് എഴുതി തരുമ്പോ നിങ്ങൾക്ക് ഒന്നുകൂടി എഴുതി സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസറിന്റെ കൂടെ നിങ്ങളിപ്പം ടെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്തോ എന്നാല്. അപ്പൊ പ്രകൃതിയോടുള്ള സ്നേഹമാണ് പ്രകൃതി സ്നേഹം. പിന്നെ വൃക്ഷസ്നേഹി എന്താ? എന്താ വരുക വൃക്ഷസ്നേഹി? അതിലെ ഏത് സെൻഡ് ചെയ്തോ മിസ്? വൃക്ഷത്തെ സ്നേഹിക്കുന്നവർ. വൃക്ഷത്തെ സ്നേഹിക്കുന്നവൻ, വൃക്ഷസ്നേഹി. വൃക്ഷത്തെ വൃക്ഷത്തെ സ്നേഹിക്കുന്നവൻ, വൃക്ഷസ്നേഹിന്. എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിസ് എഴുതി സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസറിന്റെ കൂടെ അതുകൂടി മാത്രം ചെയ്താൽ മതിയോ? നോട്ട്ബുക്കിലൂടെ ചെയ്തോടോ, എന്നാൽ നിങ്ങൾ പഠിക്കും കൂടുതൽ എഴുതും തോറും. ടെക്സ്റ്റിലും കംപ്ലീറ്റ് ചെയ്യണം, നോട്ടിലും അത് എഴുതണം. നമ്മൾ കഴിഞ്ഞ വർഷമെല്ലാം അങ്ങനെ എഴുതി. സെൻഡ് ചെയ്ത് തരാമോ? സെൻഡ് ചെയ്ത് തരാം. ഞാൻ ക്വസ്റ്റ്യൻ ആൻസറിന്റെ കൂടെ സെൻഡ് ചെയ്ത് തരാം. ആവശ്യമുള്ളവർക്ക് നോക്കി എഴുതാം കേട്ടോ. ഇന്ന് തന്നെ മിസ് ക്വസ്റ്റ്യൻ ആൻസർ സെൻഡ് ചെയ്യുവോ? പറ്റുന്നത്ര ഞാൻ ചെയ്യും. നോക്കട്ടെ. നാളെ ഇട്ടാലും മതി. മതി, എപ്പോഴും ഞാൻ ചെയ്തു തരും വേഗം. ഓക്കെ. അപ്പൊ ഞാൻ അയച്ചു കൊടുത്തോളാം. വൃക്ഷത്തെ സ്നേഹിക്കുന്നവൻ, വൃക്ഷസ്നേഹി, വൃക്ഷത്തെ സ്നേഹിക്കുന്നവൻ. നെക്സ്റ്റ് ചങ്ങലക്കണ്ണി എന്താ വരുക? ചങ്ങലക്കണ്ണി, ചങ്ങലയോടുള്ള കണ്ണി. നോ, ചങ്ങലയുടെ കണ്ണി, ചങ്ങലയുടെ കണ്ണി, ചങ്ങലയുടെ കണ്ണി.
നെക്സ്റ്റ് യാചനാഭാവം. യാചനാഭാവം യാചിക്കുന്ന ഭാവത്തിൽ നിന്നാണ്. ചങ്ങലയുടെ കണ്ണി, യുടെ എന്ന് വരും. യാചിക്കുന്ന ഭാവം അതാണ് യാചനാഭാവം. യാചിക്കുന്ന ഭാവം എന്നല്ലേ? യാചിക്കുന്ന ഭാവത്തിൽ നിന്നിരിക്കോ യാചനാഭാവം. ഭാവത്തിൽ ഉണ്ടാവണം യാചനാഭാവം. ഞാൻ യാചിക്കുന്ന ഭാവം. യാചിക്കുന്ന ഭാവം. ഓക്കെ. രക്തസാക്ഷികൾ എന്താ വരുവാ? രക്തസാക്ഷികള് അറിയോ? രക്തത്താൽ സാക്ഷ്യം നൽകിയവർ. അതിലുണ്ട് അല്ലെ, രക്തത്താൽ സാക്ഷ്യം നൽകിയവർ. മിസ്സേ, പ്രകൃതി സ്നേഹം പ്രകൃതിയോടുള്ള സ്നേഹമല്ലേ? പ്രകൃതിയോടുള്ള സ്നേഹം. വൃക്ഷസ്നേഹി വൃക്ഷത്തോടുള്ള, വൃക്ഷത്തെ സ്നേഹിക്കുന്നവനാണ്. വൃക്ഷത്തോടുള്ള സ്നേഹം എന്ന് വേണ്ട, അത് വൃക്ഷസ്നേഹമാണ്. വൃക്ഷത്തോടുള്ള സ്നേഹം വൃക്ഷസ്നേഹല്ലേ? ഇത് വൃക്ഷസ്നേഹിയല്ലേ? അപ്പൊ എന്ത് വേണം? സ്നേഹിക്കുന്നവനല്ലേ? മനസ്സിലായോ? ഓക്കെ. വൃക്ഷത്തെ സ്നേഹിക്കുന്നവനാണ് ആര്? വൃക്ഷസ്നേഹി. ചങ്ങലയുടെ കണ്ണിയാണ് എന്ത്? ചങ്ങലക്കണ്ണി അല്ലെങ്കിൽ ചങ്ങലയിലെ കണ്ണിനെതിയാലും കുഴപ്പം വരില്ല. യാചനാഭാവം യാചിക്കുന്ന ഭാവത്തിൽ, അതായത് നമ്മളിപ്പോ ദയനീയ ഭാവത്തിൽ എന്ന് പറയാറില്ലേ, അതുപോലെ. അതായത് അപേക്ഷാഭാവത്തിൽ നിൽക്കുന്നതിനാ പറയുക എന്ത്? യാചനാഭാവം. നിങ്ങൾ പഠിച്ച സംഭവകഥയിൽ 2 ലഘുവാക്യങ്ങളായി എഴുതിയ കഥാഭാഗം ഒറ്റ വാക്യമായി എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ശ്രദ്ധിക്കണേ. ഗ്രാമീണർ ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്ന് ഓരോ മരത്തെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽപ്പായി, അല്ലെ? അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്തരം ലഘുവാക്യങ്ങളെ ഒറ്റ വാക്യമായി ചേർത്തെഴുതുക. താഴെ തന്നിരിക്കുന്നത് എന്തൊക്കെയാ? ഗിർദാരിദാസ് മുന്നറിയിപ്പ് നൽകി എന്നിട്ടും, ശ്രദ്ധിക്കണേ, ഗിർദാരിദാസ് മുന്നറിയിപ്പ് നൽകി എന്നിട്ടും ഗ്രാമീണർ കുലുങ്ങിയില്ല. എങ്ങനെയാ വരുക ഒറ്റ വാക്യാക്കുമ്പോ? മുന്നറിയിപ്പ് നൽകിയിട്ടും ഗ്രാമീണർ കുലുങ്ങിയില്ല. ഗിർദാരിദാസ് മുന്നറിയിപ്പ് നൽകിയിട്ടും ഗ്രാമീണർ കുലുങ്ങിയില്ല. വിവരമറിഞ്ഞ ഗ്രാമവാസികൾ ഓടിക്കൂടി അവർ പറഞ്ഞു. വിവരമറിഞ്ഞ ഗ്രാമവാസികൾ ഓടിക്കൂടി അവർ പറഞ്ഞു. വിവരമറിഞ്ഞ ഗ്രാമവാസികൾ ഓടിക്കൂടിയ ഗ്രാമവാസികൾ പറഞ്ഞു. വിവരമറിഞ്ഞ് ഗ്രാമവാസികൾ ഓടിക്കൂടി അവർ പറഞ്ഞു. അപ്പൊ വിവരമറിഞ്ഞ് ഗ്രാമവാസികൾ ഓടിക്കൂടിയിട്ട് പറഞ്ഞു. വിവരമറിഞ്ഞ് ഓടിക്കൂടിയ ഗ്രാമവാസികൾ പറഞ്ഞു. ഓടിക്കൂടിയ ഗ്രാമവാസികൾ പറഞ്ഞു. അത് ചേർത്ത് എഴുതണം നിങ്ങള്. മനസ്സിലായോ? ഓക്കെ. അത് നോട്ടിലേക്ക് എഴുതിക്കോണെങ്കിൽ എങ്ങനെ? ലഘുവാക്യങ്ങളെ ഒറ്റ വാക്യമാക്കുന്നത് എങ്ങനെയാ? ഗിർദാരിദാസ് മുന്നറിയിപ്പ് നൽകി എന്നിട്ടും ഗ്രാമീണർ കുലുങ്ങിയില്ല എന്നുള്ളത് ഗിർദാരിദാസ് മുന്നറിയിപ്പ് നൽകിയിട്ടും ഗ്രാമീണർ കുലുങ്ങിയില്ല. നെക്സ്റ്റ് രണ്ടാമത്തത് വിവരമറിഞ്ഞ് ഗ്രാമവാസികൾ ഓടിക്കൂടിയിട്ട് അവർ പറഞ്ഞു. ഓടിക്കൂടിയിട്ട് പറഞ്ഞു തന്നെ വേണം കേട്ടോ. വിവരമറിഞ്ഞുന്നുണ്ട്. വിവരമറിഞ്ഞ ഗ്രാമവാസികൾ, വിവരമറിഞ്ഞ് ഓടിക്കൂടിയ ഗ്രാമവാസികൾ പറഞ്ഞു. അങ്ങനെ ഇടാം. വിവരമറിഞ്ഞ് ഓടിക്കൂടിയ ഗ്രാമവാസികൾ പറഞ്ഞു. ഓക്കെ, കറക്റ്റ്. വിവരമറിഞ്ഞ് ഓടിക്കൂടിയാന്ന് ഗ്രാമവാസികൾക്ക് തൊട്ട് മുമ്പിൽ വരണം. വിവരമറിഞ്ഞ് ഓടിക്കൂടിയ ഗ്രാമവാസികൾ പറഞ്ഞു. മനസ്സിലായോ? ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള 5ാമത്തെ പ്രിയപ്പെട്ട മരങ്ങൾ ജീവനത്തിൽ കിടക്കുന്നത് കാണാനുള്ള കരുത്ത് ആർക്കുണ്ടായിരുന്നില്ല. അവർക്കില്ലാതിരുന്ന കരുത്ത് ഏതാണെന്ന് മനോബലം. അതിന് ടിക്ക് ചെയ്തോ? മനോബലം ട്ടോ. ഓക്കെ. അപ്പോ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താന്നുള്ളതില് 1ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? എന്ത് വില കൊടുത്തും ഈ മരങ്ങളെ ഞങ്ങൾ രക്ഷിക്കും. വിലയായി ഗ്രാമീണർ എന്തു നൽകി? എന്താ നൽകിയേ? ഗ്രാമീണർ വിലയായി അവരുടെ ജീവൻ, സ്വജീവൻ നൽകി, അല്ലെ?
ഗ്രാമീണർ വിലയായി അവരുടെ സ്വജീവൻ നൽകി. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗേജ്ദാലിയിലെ ഗ്രാമീണർ മരങ്ങളെ എങ്ങനെ കരുതിയിരുന്നു? എങ്ങനെയാ കരുതിയിരുന്നത്? എങ്ങനെ ആൻസർ ചെയ്യണ്ടേ? മരങ്ങളെ സ്വന്തം ഗേജ്ദാലിയിലെ ഗ്രാമീണർ കരുതിയിരുന്നത് അല്ലെ? മരങ്ങളെ സ്വന്തം കൂടപ്പിറപ്പുകളായിട്ടാണ് ഗേജ്ദാലിയിലെ ജനങ്ങൾ കരുതിയിരുന്നത്. ഓക്കെ, ഗ്രാമീണർ. നെക്സ്റ്റ് മൂന്നാമത്തെ അല്ലെ ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ? മൂന്നാമത്തെ, മഹാരാജാവിന്റെ ഓക്കെ, എന്താ കാരണം മഹാരാജാവിന്റെ കണ്ണുകൾ നിറയാൻ? ശരിക്ക് പറഞ്ഞവരാണ്. എന്താ? അദ്ദേഹം അവിടെ മഹാരാജാവിന്റെ കണ്ണുകൾ നിറഞ്ഞു. എങ്ങനെ പറയണ്ടേ? മരിച്ചു കിടക്കുന്ന ഗ്രാമീണരെ കണ്ടിട്ടാണ് മഹാരാജാവിന്റെ കണ്ണുകൾ നിറഞ്ഞത് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നാലാമത്തെ ക്വസ്റ്റ്യൻ, പ്രപഞ്ച ജീവിതം ധന്യമാകുന്നത് എപ്പോഴാണ്? ഓക്കെ, എപ്പോഴാണ് പ്രപഞ്ച ജീവിതം ധന്യമാകുന്നത്? ലാസ്റ്റ് ലൈൻ ഏതാ നമ്മുടെ പാഠത്തിന്റെ? എന്താ? പ്രകൃതി എല്ലാവരുടെയും ഓക്കെ, അതിന്റെ ആൻസർ എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന അറിയോ? മനുഷ്യജീവൻ, ജന്തുജീവൻ, സസ്യജീവൻ എന്നിവ കണ്ണിലെ ഇഴുകിച്ചേരുമ്പോഴാണ് പ്രപഞ്ച ജീവിതം ധന്യമാകുന്നത്. ഓക്കെ, യെസ്. ആരാ പറഞ്ഞേ? മിസ് പറയുന്നത് കേൾക്കുന്നില്ലേ മക്കളെ മിസ് പറയുന്നത്? അപ്പൊ ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കി, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ, പ്രപഞ്ച ജീവിതം ധന്യമാകുന്നത് എപ്പോഴാണ്? എപ്പോഴാണ്? മനുഷ്യജീവൻ, ജന്തുജീവൻ, സസ്യജീവൻ എന്നിവ മിണ്ടാതിരിക്കാനാലേ കേൾക്കൂ. പരസ്പരം ഒരു ചങ്ങലയിലെ കണ്ണികൾ പോലെ ഇഴുകിച്ചേരുമ്പോഴാണ് പ്രപഞ്ച ജീവിതം ധന്യമാകുന്നത്. അതാണ് അതിന്റെ ആൻസർ. ഇനി അഞ്ചാമത്തത് എന്താ ക്വസ്റ്റ്യൻ? നേരത്തെ ഇപ്പൊ പറഞ്ഞത്, പ്രിയപ്പെട്ട മരങ്ങൾ ജീവനറ്റ് കിടക്കുന്നത് കാണാനുള്ള കരുത്ത് അവർക്കുണ്ടായിരുന്നില്ല. അവർക്കില്ലാതിരുന്ന കരുത്ത് ഏതാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? മനോബലം. മനോബലം അല്ല, മനോബലം. ഓക്കെ, മനോബലം. മനോ വെച്ചിട്ട് അത്രയാണ് ക്വസ്റ്റ്യൻ ആൻസർ, അത്രയാണ് വരുന്നത് അല്ലെ? പിന്നെന്താ വരുന്നത്? ശൈലികൾ മനസ്സിലാക്കാം. എന്നിട്ടും ഗ്രാമീണർ കുലുങ്ങിയില്ല. നിങ്ങളുടെ പ്രകൃതി സ്നേഹം നമ്മുടെ കണ്ണു തുറപ്പിച്ചു. അല്ല, ശൈലികൾ പറയുകയാണ്. പിന്നെന്താ പറയുന്നത്? അനുബന്ധ പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്. വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട കവിതാഭാഗങ്ങൾ ശേഖരിക്കുകയും അവ ചൊല്ലുകയും ചെയ്യുക. പറ്റുമെങ്കിൽ ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ എന്താ? വൃക്ഷങ്ങളെ സംബന്ധിച്ച കഥകൾ സമ്പാദിച്ച് ക്ലാസ് മുറിയിൽ അവതരിപ്പിക്കുക. നമുക്ക് ക്ലാസ് മുറിയിൽ ഇപ്പോ അവതരിപ്പിക്കാൻ പറ്റുന്നുമില്ല അല്ലേ? പക്ഷെ വൃക്ഷങ്ങളെ കുറിച്ച് ഉണ്ടാക്കിയാ പോരെ? എന്റെ സെന്റ് ജോസഫ് ക്ലാസ്സില് പഠിപ്പിക്കുന്ന പാഠങ്ങളെല്ലാം ഞങ്ങൾ അവതരിപ്പിക്കുമായിരുന്നു കുറെ പേരെ വെച്ചിട്ട്. അതെ അല്ലേ? നല്ല പരിപാടിയാണ്, നല്ല രസമാണ്. പക്ഷെ നമുക്ക് ക്ലാസ് ടൈമിലാണെങ്കിൽ അതിലൊക്കെ പറ്റും. കൊറോണയെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ പാഠം, ആറാമത്തെ പാഠം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലെ? നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലപോലെ ടെക്സ്റ്റ് വായിക്കണം. അതുപോലെ തന്നെ ഒക്കെ ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ പഠിക്കണം. നല്ല രസമാണ് പാഠങ്ങളൊക്കെ പഠിക്കാൻ. പിന്നെ എന്താണ് അടുത്ത ദിവസം നമ്മുടെ എക്സാമിന് ഇപ്പൊ ഇതുവരെയുള്ളത് കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ആറാമത്തെ പാഠത്തിന്റെ അല്ലേ ചെയ്യേണ്ടത്? ഈ പാഠം കഴിഞ്ഞ പാഠത്തിന്റെയാണ് ചെയ്യേണ്ടത്. അത് നമുക്ക് അടുത്ത ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാം അല്ലെ? ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കണം, റെഡി ആവണം. ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ തരണത്തല്ലേ? അത് കഴിഞ്ഞിട്ട് പറയാം. ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞിട്ട് എഴുതി തന്നിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞു.
എല്ലാവരോടും ബൈ. See you. ബൈ മിസ്. ബൈ മിസ്. ഇനി ഒന്നുമില്ലല്ലോ ഡൗട്ട്? ശൈലികൾ അതിൽ ഇല്ലതേ ഉള്ളൂ, വേറെ നിങ്ങളൊന്നും ചെയ്യുന്നു വേണ്ടത്. അത് ശൈലികൾ പറഞ്ഞാണ്. എന്നിട്ടും ഗ്രാമീണർ കുലുങ്ങിയില്ല എന്നൊക്കെയുള്ള ശൈലികൾ പറഞ്ഞാണ് കേട്ടോ. അപ്പോ ഓക്കെ ബൈ. എല്ലാ മക്കളും പഠിക്കേ. നന്നായി. ഓക്കെ ബൈ. ബൈ. ബൈ.